മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ മറ്റൊരു സുവർണ്ണ കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ കോവിഡ് ബ്രേക്കിന് ശേഷം മലയാള സിനിമ കണ്ടത്. അതിഗംഭീരമായ കുറച്ചിലധികം നല്ല ചിത്രങ്ങൾക്ക് ശേഷം 2025-ൽ മമ്മൂട്ടിയുടെ ആദ്യം റിലീസിനെത്തിയ പ്രശസ്ത സംവിധായകനായ ഗൗതം വാസുദേവ് മേനോന്റെ ആദ്യ മലയാള സംവിധാന സംരംഭമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ആണ്. ജനുവരിയിൽ തിയേറ്ററിലെത്തിയ ചിത്രം പ്രേക്ഷകരിൽ നിന്ന് തരക്കേടില്ലാത്ത അഭിപ്രായം നേടുകയും ഒരു ആവറേജ് വിജയമായി മാറുകയും ചെയ്തു. എന്നാൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന ചിത്രത്തിന്റെ OTT സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം എന്നാണ്. തിയേറ്റർ റിലീസിന് കൃത്യം 40 ദിവസത്തിനുള്ളിൽ ഗൗതം വാസുദേവൻ ചിത്രം OTT സ്ക്രീനിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ സംപ്രേഷണാവകാശ തുകയെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് മമ്മൂട്ടിയുടെ കോമഡി ത്രില്ലറിന്റെ OTT റിലീസ് വൈകുന്നു എന്നാണ് പുതിയ വിവരം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയും ആമസോൺ പ്രൈം വീഡിയോയും തമ്മിലുള്ള ചിത്രത്തിന്റെ കരാർ തുകയെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയിലും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴുള്ള സൂചന. മലയാള സിനിമയുടെ കാര്യത്തിൽ OTT പ്ലാറ്റ്ഫോം കാണിക്കുന്ന കടുംപിടുത്തം പലതവണ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. മറ്റു ഭാഷയിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ എത്ര മോശമായാലും ചിത്രമാകുമ്പോഴും വലിയ തുക കൊടുത്ത് സ്വന്തമാക്കാൻ തയ്യാറാകുന്ന OTT ഭീമന്മാർക്ക് പക്ഷേ മലയാള ചിത്രങ്ങളിൽ യാതൊരു ഇളവും കാണിക്കാറില്ല. ഏറ്റവും നന്നായി തിയേറ്ററിൽ ഓടുന്ന സിനിമകൾക്ക് മാത്രമേ മാന്യമായ തുക പ്രതിഫലമായി നൽകാൻ ഇവർ തയ്യാറാകുകയുള്ളൂ. എത്ര നല്ല പ്രേക്ഷകാഭിപ്രായം നേടിയാലും എത്ര വലിയ സൂപ്പർ സ്റ്റാർ പ്രധാന വേഷത്തിലെത്തിയാലും മലയാള ചിത്രങ്ങൾ OTT ഡീലുകൾ സ്വന്തമാക്കാൻ അങ്ങേയറ്റം കഷ്ടപ്പെടുകയാണ്. ഇതുതന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന ചിത്രത്തിലും സംഭവിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യ മലയാള സിനിമാ സംരംഭമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ഒരു വ്യത്യസ്തമായ ക്രൈം കോമഡി ആയിട്ടാണ് തിയേറ്ററിലെത്തിയത്. മമ്മൂട്ടിയും തമിഴകത്തിന്റെ പ്രശസ്ത സംവിധായകനും ഒന്നിക്കുമ്പോൾ ഒരു തീവ്രമായ കുറ്റാന്വേഷണ ചിത്രം പ്രതീക്ഷിച്ച സിനിമാ പ്രേമികളെ ചിത്രം നിരാശപ്പെടുത്തി. എന്നാൽ തുറന്ന മനസ്സോടുമായി എത്തിയ സാധാരണ പ്രേക്ഷകരെ മമ്മൂട്ടി അവതരിപ്പിച്ച ഡൊമിനിക്കും സംഘവും നന്നായി തന്നെ രസിപ്പിച്ചു. തുടക്കത്തിൽ സാധാരണമായി തോന്നുന്ന ഒരു കുറ്റാന്വേഷണം പിന്നീട് വിചാരിക്കാത്ത തലത്തിലേക്ക് കടന്നപ്പോൾ ഒരു ഗൗതം മേനോൻ ടച്ചും കാണാൻ സാധിച്ചു. മമ്മൂട്ടി ഡൊമിനിക്കായി എത്തിയ ചിത്രത്തിൽ സുഷ്മിത ഭട്ട്, ഗോകുൽ സുരേഷ്, വിജി വെങ്കിടേഷ്, വിനീത്, സിദ്ദിഖ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, വിജയ് ബാബു, ലെന, സുരേഷ് കൃഷ്ണ, അർജുൻ നന്ദകുമാർ, വഫ തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരന്നു. വിഷ്ണുദേവായിരുന്നു ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തത്.